നല്ല മുഖവും. ചിലരുടെ മുഖം വാടാൻ പോകുന്നതേ ഉള്ളൂ. ഓ ഫുഡ് കഴിച്ചു. ചിലരുടെ മുഖം വാടാൻ കിടക്കുന്നതേ ഉള്ളൂ. എടാ രഞ്ജിത്തെ, നീ 2 ഐഡിയിൽ കയറി വന്നിട്ടേ നീ ഒരുപാട് അങ്ങ് കുണക്കല്ലേ ഇവിടെ കിടന്ന്. നീ 2 ഐഡിന്നാണെങ്കിൽ നീ ഒരാളാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിന്റെ 2 ഐഡിയ ആണെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ വിടൂലടാ. നീ കണ്ട പോലീസ് സ്റ്റേഷന്റെ തിണ്ണ നിരങ്ങാൻ കിടക്കണതേ ഉള്ളൂ. നിന്നെ അങ്ങനെ വിട്ടായില്ല. നിന്റെ വീടും നാട്ടുകാരെ മൊത്തവും ഞാൻ നാറ്റിക്കും. നാട്ടുകാർ മൊത്തം അറിയണം. വീടും നാടും അറിഞ്ഞ് നീ നാറണം. ആ രീതിക്കുള്ള ഞാൻ ചെയ്തു തരാം. എടാ ഇത്രയും നേരോ? നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഈ രാത്രി ഇപ്പൊ എന്താ ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് ചെയ്യ്. എനിക്കിപ്പോ ഇനിയിപ്പോ രാത്രിയിൽ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. നീ വെയിറ്റ് ചെയ്യ്. ഇത്തിരി സമയം താടേ. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ? നീ നേരാവണ്ണം തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിലേ നിന്റെ സ്വന്തം ഐഡിന്ന് ഇങ്ങ് കയറുക. മനസ്സിലായ? ഇഷ്ടമുള്ളത് പറയാനേ. നിന്റെ ഭാര്യനെ അങ്ങോട്ട് തെരുവിലോട്ട് ഇറക്കി നിർത്തിയിട്ട് ഇഷ്ടമുള്ളത് പറയണം. അല്ലാതെ ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. മനസ്സിലായ? നിനക്ക് ഇഷ്ടമുള്ളത് പറയാനാണ് നിന്റെ വീട്ടുകാര്. അതെ, നീ റോഡിലിറങ്ങി കുനിഞ്ഞിരിക്കാന്നാ? ചെല്ല് നില്ല്. നല്ല സുഖമായിരിക്കും. നില്ല്. കുനിഞ്ഞിരിക്കുമ്പോ സൂക്ഷിച്ച് നിക്കണേ. റോഡില് തെരുവ് നായ്ക്കളുണ്ട്. സൂക്ഷിച്ച് നിന്നാ മതി കുനിഞ്ഞിരിക്കുമ്പോ. കേട്ടോ രഞ്ജിത്തെ? നീ ഒന്ന് വെയിറ്റ് ചെയ്യ് രഞ്ജിത്തെ. നമുക്ക് രാവിലെ ആവട്ടെ. നിന്റെ രഞ്ജിത്ത് നായർ എന്നുള്ള പേരിന്റെ കൂടെ വേറൊരു പേരും കൂടെ അങ്ങ് ചേർന്ന് വന്നോളൂ. നിന്റെ മൊബൈലിൽ നീ ഇഷ്ടമുള്ളത് പറ. ഞാൻ വിലക്കിയില്ലല്ല. ഞാൻ വിലക്കിയില്ലല്ല. നിനക്ക് ഇഷ്ടമുള്ളത് നീ പറ. അപ്പൊ അതിനുള്ള മറുപടി ഞാനും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുമെന്ന്. നീ ഇട്. നിന്റെ മൊബൈലിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇട്. നീ എന്നിട്ട് എനിക്ക് നേരം വെളുക്കേണ്ട സാവകാശം കൂടെ ഇങ്ങ് താ. അപ്പോഴ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഞാൻ അങ്ങ് ചെയ്യും. നീ ഇവിടെ വന്ന് എഴുതിയിട്ടെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചങ്ങ് ഓടുമെന്ന് വിചാരിച്ചാ? ഇതൊക്കെ എന്തും ഫേസ് ചെയ്യാന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടം വരെ ആയത് ഞങ്ങള്. അല്ലാതെ നിന്നെ പോലെ ഒരു ഊള വന്ന് പറഞ്ഞെന്നും പറഞ്ഞേ എണീറ്റ് ഓടേണ്ട കാര്യമൊന്നും എനിക്കില്ല. അത് പണ്ടുള്ളൊരു പതാക പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അതായത് വഴിയെ പോണ പട്ടി കുരയ്ക്കും. അത് മൈൻഡ് ചെയ്യാൻ നിന്നാ നമുക്ക് അതിനേ നേരം വരുള്ളൂ. അപ്പൊ അതിലൊരു പട്ടിയാണ് നീ. മനസ്സിലായ? ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലൈവും കൂടെ എടുത്ത് വെച്ചോ.